നമ്മുടെ മെയിൻ ഡോറിന്റെ പൊസിഷനും ധനവരവുമായിട്ട് വളരെ ബന്ധമുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മെയിൻ ഡോറിന് നേരെ ചെരുപ്പിടാൻ പാടില്ല. അടുക്കളയിൽ നമ്മൾ സിങ്കും അടുപ്പും ഒരുമിച്ച് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ധനം നിൽക്കാനുള്ള കാര്യത്തിൽ പ്രയാസമുണ്ട്. വാട്ടർ ലീക്കേജ് എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ ഒരു പൈപ്പിലും ഉണ്ടാവരുത്. വാട്ടർ ലീക്കേജ് എന്ന് പറഞ്ഞാൽ മണി ലീക്കേജ് എന്ന് തന്നെയാണ് വാസ്തു പറയുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിന്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യവും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. വീട്ടിലേക്ക് പൈസ ഒരുപാട് വരുന്നുണ്ട്, പൈസ നിൽക്കുന്നില്ല. അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു 10-11 പോയിന്റ്സ് ഞാൻ പറയണം. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളെയാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഡോറിന്റെ പൊസിഷനും ധനവരവുമായിട്ട് വളരെ ബന്ധമുണ്ട്. വളരെ ശ്രദ്ധിക്കുക. മെയിൻ ഡോർ ഞാൻ പറയുന്ന സ്ഥാനത്ത് തന്നെ കൃത്യമായിട്ട് വയ്ക്കുക. അതിന് മുമ്പ് പല വീഡിയോയിലും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഡോറിന്റെ പൊസിഷൻ ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും മെയിൻ ഡോറിന് നേരെ ചെരുപ്പിടാൻ പാടില്ല. ചെരുപ്പ് പോലുള്ള വസ്തുക്കൾ ഒരിക്കലും മെയിൻ ഡോറിന് സമീപത്തോ ഒരു റാക്ക് കെട്ടി വയ്ക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയും എൻ്റെ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല, പൈസ വരുന്നില്ല എന്നൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെരുപ്പുകൾ ഇടുന്ന സ്ഥലം ഒരിക്കലും മെയിൻ ഡോറിന് അടുത്താവരുത്. കുറച്ച് മാറി എവിടെയെങ്കിലും അതിൻ്റെ സ്ഥലം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ അടുക്കളയിൽ നമ്മൾ സിങ്കും അടുപ്പും ഒരുമിച്ച് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ധനം നിൽക്കാനുള്ള കാര്യത്തിൽ പ്രയാസമുണ്ട്. അതും ശ്രദ്ധിക്കുക. അതൊരു പോയിന്റാണ്. പിന്നെ വീട്ടിലെ ഏണിംഗ് മെമ്പർ ഉപയോഗിക്കുന്ന ബെഡ്റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ഉപയോഗിക്കേണ്ട ബെഡ്റൂം കഴിയുന്നതും കന്നിമൂല ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി തലവച്ച് കിടക്കുന്നത് കാരണവശാലും ഡയറക്ഷൻ തെറ്റാൻ പാടില്ല. സൗത്ത് തലവച്ച് കിടക്കുക, പറ്റിയില്ലെങ്കിൽ മാത്രം ഈസ്റ്റ് തലവച്ച് കിടക്കാവൂ. മണി ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും സൗത്ത് തലവച്ച് കിടക്കുന്ന, ഹെൽത്ത് ആംഗിളിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ സൗത്ത് തലവച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സൗത്ത് ഭാഗത്ത് തലവച്ച്. കൺഫ്യൂഷൻ വേണ്ട. പലരും ചോദിക്കും കിഴക്കല്ലേ, സൗത്ത് പറ്റിയില്ലെങ്കിലാണ് നമ്മൾ കിഴക്കിലേക്ക് പോകുന്നത്. അല്ല, സൗത്താണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് മനസ്സിലാക്കുക. തെക്ക് തലവച്ച് കിടക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ പൊട്ടിയ കണ്ണാടികളും അങ്ങനെയുള്ള സ്ഫടിക വസ്തുക്കളൊന്നും വീട്ടിൽ വയ്ക്കരുത്. അത് ധനം നിലനിർത്തുന്നതിനെ തടസ്സം ചെയ്യുന്ന ഒരു കാര്യമാണ്. പൊട്ടിയ കണ്ണാടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ, ചിലർ പൊട്ടിയ ഫിഷ് ടാങ്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും വാസ്തുപരമായിട്ട് ഒരു നല്ല ഗുണം നിങ്ങൾക്ക് ചെയ്യില്ല. ധനം നിൽക്കുന്ന കാര്യത്തിൽ അത് പ്രശ്നമായതുകൊണ്ട് ഒരിക്കലും പൊട്ടിയ കണ്ണാടികൾ. അതുപോലെ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലീക്ക്. വാട്ടർ ലീക്കേജ് എന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിൽ ഒരു പൈപ്പിലും ഉണ്ടാവരുത്. വാട്ടർ ലീക്കേജ് എന്ന് പറഞ്ഞാൽ മണി ലീക്കേജ് എന്ന് തന്നെയാണ് വാസ്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വാട്ടർ ലീക്കേജ് വീട്ടിലുണ്ടാവാതെ, എവിടെയെങ്കിലും ചെറിയ പൈപ്പിൽ തുള്ളി എടുക്കുന്നെങ്കിൽ ഉടനെ തന്നെ ഒരു പ്ലംബറിനെ വിളിച്ച് അത് കറക്റ്റ് ചെയ്യുക. പ്ലംബറിനെ വിളിച്ചാൽ പ്ലംബർ ഒരു ദിവസത്തെ പ്ലംബിംഗ് ലേബർ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അത് സേവ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ അല്ലാതെ പോവുകയുള്ളൂ. കഴിയുന്നതും വേറൊരു ആംഗിളിൽ നമ്മൾ നോക്കൂ. വെള്ളം പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക. വെള്ളം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. അതുകൊണ്ട് വെള്ളം പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ നോക്കിയാലും ലീക്കേജ് എന്ന് പറയുന്നത് പ്രിവെന്റ് ചെയ്യുക. പലരും ലീക്കേജ് അറിഞ്ഞിട്ടും അടയ്ക്കാതിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ലീക്കേജ് പരിഹരിക്കാതെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പോൾ പ്ലംബറിനെ കിട്ടിയില്ല, അല്ലെങ്കിൽ പ്ലംബർ വരുന്നില്ല, അല്ലെങ്കിൽ പ്ലംബറിന് പൈസ കൊടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ, ചിലപ്പോൾ 5 മിനിറ്റത്തെ പണിയുണ്ടാവും, ഒരു ദിവസത്തെ ലേബർ വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റുപ്പിഡ് റീസൺസ് ഒക്കെ പലരും പറയാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യം ചെയ്യുക. ഇത്തരം കൊച്ചു പോയിന്റ്സ് ആണെങ്കിലും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധനം നിർത്തുക എന്ന് പറയുന്നത്. പിന്നെ അലമാര എന്ന് പറയുന്നത്, ധനം വയ്ക്കുന്ന അലമാര നേരത്തെ സ്ഥാനം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കൃത്യമായ സ്ഥാനത്ത് തന്നെ വയ്ക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊന്നും കൊണ്ട് വയ്ക്കരുത്. സ്വാഭാവികമായിട്ടും ധനം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൃത്യം കന്നിമൂല ഭാഗത്ത് വടക്ക് ദർശനമായിട്ടുള്ള
അലമാര വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മണി മാനേജ് ചെയ്യുന്നതിനുള്ള വാസ്തു ടിപ്സാണ് ഈ പറഞ്ഞു വന്നത്. ഇനിയേറെ പറയാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.